അതായത് മമ്മൂട്ടി സാറിന് വേണ്ടി ഞാൻ 4 സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ലിപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഭജനു വേണ്ടി മാത്രമാണ്. എനിക്ക് പറയാമല്ലോ, സോനു നിഗമുമായിട്ട് ചേർന്ന് ഞാനൊരു പാട്ട് പാടിയെന്ന് എനിക്കും ബീഹൈ വരെ എൻ്റെ എന്തൂസിയാസം സസ്റ്റെയിൻ ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം അത് പിന്നെ ഉണ്ടായില്ല. വരികളാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് പണ്ടേ ഞാൻ പിന്നോട്ട് നിൽക്കുന്ന ആളാണ്. ദാസാറിൻ്റെ ശബ്ദത്തിനപ്പുറത്തേക്ക് നമുക്കൊരു ശബ്ദം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഡീപ് ഡൈവിൽ നിന്ന് നമ്മോടൊപ്പം പ്ലേബാക്ക് സിംഗർ, എന്താ പറയുക, ഹിറ്റുകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക്, അതായത് പാടിയ പാട്ടുകളെല്ലാം ഒരേപോലെ നമ്മളുടെ ഹൃദയത്തിൽ ഇടം പിടിപ്പിച്ച ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഗണേഷ് ചേട്ടൻ, ഗണേഷ് സുന്ദരം. നമസ്കാരം ചേട്ടാ. നമസ്തേ ചേട്ടാ. ഞാനിപ്പോഴേ ഇപ്പം നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, കണ്ണിലെ പൊയ്കയിൽ, കായൽ കരയിലാകെ, അങ്ങനെ, അല്ലെങ്കിൽ രാവിൻ്റെ വാത്മീകത്തിൽ, ഇതൊക്കെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രോ ഒരു ഗുമ്മാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പാട്ടും പറയാനാണ്. നമുക്കെന്തായാലും ഈ ഹിറ്റുകൾ ഇങ്ങനെ എന്താ പറഞ്ഞ ഓരോ പാട്ട് പാടുമ്പോഴും അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതൊരു വമ്പൻ, എന്താ പറഞ്ഞ, ചേട്ടൻ്റെ പ്രാക്ടീസിൻ്റെയും അതേപോലെ തന്നെ ചേട്ടൻ്റെ പാട്ടിൽ കൊടുക്കുന്ന ഭാവത്തിൻ്റെയും ഒക്കെയാണ്. അത് ഒരുപാട് വർഷമായിട്ട് ചേട്ടൻ ഉണ്ടാക്കിയെടുത്തൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആ ജേണി നമുക്ക് പറഞ്ഞങ്ങ് തുടങ്ങാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പാട്ടുകളിലേക്കൊക്കെ വരുന്നത്? അതിന് മുമ്പായിട്ട്, ജേണി പറയുന്നതിന് മുമ്പായിട്ട്, ഈ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നെങ്കിൽ അത് ഞാൻ ഒരാളുടെ മാത്രം പരിശ്രമത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ അത് ആ പാട്ടിൻ്റെ ക്രിയേറ്റേഴ്സിനാണ് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുന്നു നമ്മൾ. പ്രത്യേകിച്ച് ബിജിപാലിനെ പോലുള്ള ആൾക്കാർ നമ്മളെ കൊണ്ട് പാടിക്കുമ്പോൾ എന്താ പറയണ്ടേ, അത് നമ്മളിൽ നിന്നിങ്ങനെ എക്സ്കവേറ്റ് ചെയ്തെടുക്കുകയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ജേണി എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ വീട്ടിൽ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ ഒക്കെയുള്ള കഴിവുള്ള കുട്ടികളെ പണ്ട് മുതലേ വീട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോഴേക്കെ പാടുമല്ലോ. അപ്പോൾ പാടുന്നതിൻ്റെ ടേസ്റ്റ് കാണിക്കും, കൊട്ടും. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ്റെ ഈസി ചെയറിൻ്റെ പുറകിൽ നിന്ന് പിന്നെ ചുമ്മാ താളം പിടിക്കുമായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയായിരുന്നു, ഇവനെ മൃദംഗം പഠിക്കാൻ വിടണം എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുപോലെ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ വെക്കേഷൻ ടൈമിലൊക്കെ പോകും. അപ്പോൾ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഭജന ഉണ്ട്. അപ്പോൾ അതിന് പോവായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഭജന സംഘത്തിൽ ഇങ്ങനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പാടും. പിന്നെ വീട്ടിൽ സന്ധ്യ നാമം ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് നാമം ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കണം പാട്ട് പാടാനുള്ള ഒരു ടേസ്റ്റ് കണ്ടെത്തിയത്. പിന്നെ എൻ്റെ കൊച്ചച്ഛൻ എന്ന് പറയുന്നത് ഏറ്റവും ഇളയ ചെറിയച്ഛൻ. അദ്ദേഹം എന്നെക്കാൾ 4-5 വയസ്സിന് മാത്രം പ്രായ വ്യത്യാസമുള്ളൂ. ഞങ്ങളൊരു സ്കൂളിൽ സീനിയർ ജൂനിയറായിട്ട് പഠിച്ച. അപ്പോൾ സ്കൂൾ ആനുവൽ ഡേക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കയറ്റി പാടി. അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഞാൻ പാട്ട് പാടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയത് അവരാണ്. പിന്നീട് അമ്മ മ്യൂസിക് ടീച്ചറിൻ്റെ അടുത്ത് വിടുന്നു, ലൈലു ടീച്ചറിൻ്റെ അടുത്ത്. പിന്നെ അതിനുശേഷം പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിക്കുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെ ഗുരുക്കന്മാരെ തേടി പോവുകയായിരുന്നു, നല്ല ഗുരുക്കന്മാരുടെ അടുത്ത്. അങ്ങനെ അവരൊക്കെയാണ് എന്നെ പാട്ടുകാരനാക്കിയത്. ചേട്ടനിപ്പോഴേ ഈ ഭജൻ എന്ന് പറഞ്ഞല്ലോ, അപ്പം എനിക്ക് തോന്നുന്നത് പലർക്കും അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ചിലർ ആ പാട്ടിനിടയിൽ വരുന്ന കൊള്ളാട്ടോ, നല്ലൊരു ഭജൻ ബിറ്റാണത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയട്ടെ, ചക്കരമാവിൻ കൊമ്പത്ത് എന്നുള്ള പാട്ടിന്റെ ആ ഇടയിലുള്ള ഭജൻ ബിറ്റ് പാടിയിരിക്കുന്ന ആളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? അതൊന്ന് നമുക്ക് വേണ്ടി രണ്ടുപേരും അത് പാടാം. അതായത് മമ്മൂട്ടി സാറിന് വേണ്ടി ഞാൻ 4 സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ലിപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഭജനു വേണ്ടി മാത്രമാണ്. അത് അഫ്സൽ യൂസഫ് ആയിരുന്നു അത് കമ്പോസ് ചെയ്തത്. കാത്തരുളേണം ഭഗവാനെ കാനനവാസ മണികണ്ഠ, കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകയറ്റേണം ശാസ്താവേ. കാത്തരുളേണം ഭഗവാനെ കാനനവാസ മണികണ്ഠ, കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകയറ്റേണം ശാസ്താവേ. അല്ല, അഫ്സലിക്കൊക്കെ നമ്മളൊരു ഒരു നിറഞ്ഞ കൈയടി കൊടുക്കണം. കാരണം സോനു നിഗമിനെ പോലെ ആളെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്ന് പാടിക്കുന്നു, എന്താ പറയുക, അതൊരു ഹിറ്റാവുന്നു. ആ ഹിറ്റിന്റെ അകത്ത് മമ്മൂക്ക വരുന്നൊരു പോർഷൻ, ഗംഭീര കോമ്പോസിഷൻ. എനിക്ക് പറയാമല്ലോ, സോനു നിഗമുമായിട്ട് ചേർന്ന് ഞാനൊരു പാട്ട് പാടിയെന്ന് എനിക്കും അവകാശപ്പെടാം, അഭിമാനിക്കാം. ചേട്ടൻ യൂണിവേഴ്സിറ്റി ലെവലിൽ ലളിതഗാനം വിന്നറായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നൊക്കെ മുതലാണ് ബിജിബാലേട്ടനായിട്ടുള്ള, അല്ല അത് കഴിഞ്ഞിട്ടാണോ സൗഹൃദമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഈ മത്സരിക്കുമ്പോൾ ബിജിബാല അതൊക്കെ കേട്ടിരുന്നു, പക്ഷെ അന്ന് ഞങ്ങൾക്ക് തമ്മിൽ പരിചയമില്ല. അതിന് ശേഷമാണ് 90s ഒരു അവസാനമൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ
ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പാടാനുണ്ടായിരുന്നു. അന്ന് ബിജി വയലിൻ വായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ബിജിബാലാണ്, വയലിനിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ബിജിയായിട്ടുള്ള ആദ്യത്തെ ഒരു സമാഗമം അങ്ങനെയാണ്. പിന്നെ ബിജിയുടെ 2000 തൊട്ടുള്ള പ്രോജക്ട്സിലൊക്കെ ഞാനുണ്ടായിരുന്നു. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഉള്ള കാസറ്റ്സ് അതിലൊക്കെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ട് പാടുമായിരുന്നു. ചേട്ടാ, നമ്മൾ ബിജി ചേട്ടൻ്റെ കാര്യം ഒരു പോസ് ഇട്ടിട്ടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലളിതഗാനങ്ങളിലേക്കൊന്ന് പോകാൻ തോന്നുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി മത്സരം, പഴയ ഗണേഷ് സുന്ദരം, ആ സ്റ്റേജിൽ നിൽക്കുന്ന ഓർമ്മയൊക്കെ ഉണ്ടാവല്ലോ. പെട്ടെന്ന് അപ്പം ആ ഒരു ഓർമ്മയിൽ മനസ്സിലേക്ക് വരുന്നൊരു ലളിതഗാനം ഏതായിരിക്കും? എനിക്കത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ ഗാനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. രാജ്മോഹൻ വർമ്മ എന്ന ലിറിസിസ്റ്റ്, വീടിൻ്റെ അടുത്ത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ച് ശ്രീ കെ എം ഉദയൻ എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസർ, അങ്ങേര് കമ്പോസ് ചെയ്ത പാട്ടുകളാണ് ഞാൻ 3 വർഷം പാടിയത്. അതിൽ 1 വർഷം മാത്രം ജയപ്രകാശ് എഴുതിയ പാട്ടാണ് പാടിയത്. അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് തേജോമയം നിന്റെ സ്നേഹവായ്പുകളൻ ഏതോ സങ്കൽപ്പത്തിൻ സായുജ്യമാകവേ ചാരത്തു വന്നു നീയേൽപ്പിച്ച ക്ഷതങ്ങളോ ചാരിതാർത്ഥ്യത്തിൻ സുഖനോവുകൾ. തേജോമയം നിന്റെ സ്നേഹവായ്പുകളൻ ഏതോ സങ്കൽപ്പത്തിൻ സായുജ്യമാകവേ. അത് പല്ലവി മാത്രമേ ഈ രാഗത്തിലുള്ളൂ, കല്യാണ വസന്തം. ബാക്കി 2 മറ്റ് സ്റ്റാൻസസ് വേറെ ഡിഫറെന്റ് രാഗാസിലാണ്. ഒരു രാഗമാലിക പോലെയാണ്. അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ബിജി ബാലേട്ടനിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നത് ബിജി ബാലേട്ടൻ ഗണേശേട്ടൻ കോംബോയിൽ എനിക്ക് ഒരുപാട് പാട്ടുണ്ട്. ഇപ്പോൾ കായൽക്കരയിലാകെ, അല്ലെങ്കിൽ ഇപ്പോൾ രാവിൻ്റെ വാത്മീകത്തിൽ, അല്ലെങ്കിൽ കണ്ണിലെ പൊയ്കയിൽ, ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന പാട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പുഞ്ചിരി കണ്ണുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ എപ്പോഴും ചേട്ടനെ കാണുമ്പോൾ പറയും, അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ എങ്ങനെയായിരുന്നു ആ പാട്ടിന് റെക്കോർഡിങ് കടന്നത്? അത് സാധാരണ പോലത്തെ ഒരു ദിവസമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുടെ പ്ലാനിങ് തുടങ്ങിയിരുന്നു? അങ്ങനൊന്നുമില്ല. മിക്കവാറും ചിലപ്പോൾ തലേദിവസമായിരിക്കും വിളിച്ചത്, നാളെ ഫ്രീ ആണോ, ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്ക് വരാമോ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ തലേദിവസം വിളിച്ച് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെ പോയി പാടുന്നു. പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ബിജിബാലായാലും ഈ പറഞ്ഞ അഫ്സലാണെങ്കിലും നന്ദു ആണെങ്കിലും യങ്സ്റ്റേഴ്സ് എന്നല്ല ആരായാലും അവർക്കൊരു വ്യക്തമായ ധാരണയുണ്ടല്ലോ. അവർ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കംഫർട്ട് സോണിലാണ്. നമുക്കൊന്നും ചിന്തിക്കേണ്ടത്, നമ്മൾ ചെന്ന് നിൽക്കുക, അവർ പറയുന്ന പോലെ പാടുക എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സ്പ്രസീവ് ആകുന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ വരികൾക്കനുസരിച്ച് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളും മനസ്സിലാക്കുന്നു, നമ്മളത് പാടുന്നു. അപ്പോൾ അവിടെ വേറെ ടെൻഷൻസ് ഇല്ല. ഒരു ചെറിയ ന്യൂആൻസ് ആണെങ്കിൽ പോലും അത് അവർ പറയും. അപ്പോൾ അത് വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഇപ്പോൾ പാടി വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ഇടണമെന്ന് തോന്നിയാൽ അത് ചിലപ്പോൾ അതിന് ചേരുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ അത് ദുരുപയോഗപ്പെടുത്താറില്ല. ഞാൻ അവരുടെ ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അത് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണല്ലോ ഒരു പാട്ടുകാരൻ്റെ ഉത്തരവാദിത്വം. ആ നിലയ്ക്ക് നമ്മുടെ ഒരു ഇത് കാണിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചേട്ടൻ ഇപ്പൊ കെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് രാജംമാറ്റി യാഹൂലെ ആ ഒരു പാട്ടില്ലേ. എനിക്ക് തോന്നുന്നു അത് മലയാളികൾ മറന്നിരിക്കുന്ന ഒരു പാട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഉള്ളത് ചൊന്നാലാണ് കൂടുതൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഈ രാജംമാറ്റി യാഹു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഒറ്റത്തുമ്പി അല്ലെ, ഒറ്റത്തൂവൽ. അപ്പൊ ആ പാട്ടും എനിക്ക് തോന്നുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ടാണ് ചേട്ടന്റെ. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ പാടിയതില്. ഞാനും രൂപയും കൂടെ പാടിയ പാട്ടാണ്. രൂപ രേവതി, വയലിനിസ്റ്റ്. അതെ. ഒറ്റത്തൂവൽ പക്ഷി നിന്റെ ചുണ്ടത്തായി ഉപ്പിലിട്ട പച്ച നെല്ലിക്ക, ഉച്ചവേയിൽ കണ്ണു പൊത്തിക്കളിക്കുന്ന നേരത്ത് തട്ടത്തിന്മേലപ്പൂപ്പൻ താടി, കുപ്പി വളത്തണ്ടു പോലെ നിന്റെ പൊട്ടിച്ചേരി ഞാൻ കുറ്റി പെൻസിൽ കൊണ്ടു വരയ്ക്കാം, അഴകോലും കൊലുസിട്ട ഒരു പാവക്കുട്ടി. ചേട്ടാ നമുക്ക് വളരെ അത് ബിജി കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. ക്യാരക്ടറിനെ കുറിച്ച് ഒരു ബബ്ലി ക്യാരക്ടറാണ്, ആസിഫ് അലിക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ
അങ്ങനെ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയതാണ്. അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ് ബിജിയുടെ അടുത്ത് അല്ല ബിജിയുടെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ ശരിക്കും അതൊരു ബിജിബാൽ സ്റ്റാമ്പ് ബിജിബാൽ സിഗ്നേച്ചർ ഉള്ള ഒരു അതെ പാട്ടാണ്. അതെ അതെ അതെ. നമ്മളിപ്പോൾ തിരിച്ച് ചേട്ടൻ്റെ ഒരു കർണാട്ടിക് മ്യൂസിക്കിലെ ജേർണിയിലേക്ക് എനിക്ക് വരണം എന്ന് തോന്നുന്നു. നമ്മൾ കച്ചേരി നടക്കുന്ന ഇടങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതെ. ചേട്ടൻ്റെ ഗുരുവിനെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. എന്താ പറയുക, ഇപ്പോൾ കച്ചേരികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയാണ് കച്ചേരികളോട് ഇത്ര ഇഷ്ടം വരുന്നതും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ? അതെങ്ങനെയാണ് കർണാട്ടിക് എന്തൂസിയാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. പഠനം നിർത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ അത്രയും അല്ല, പഠനം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഗുരു എൻ്റെ ഇപ്പൊ പഠിപ്പിക്കുന്ന ടോമി തോമസ്, അദ്ദേഹം ഒരു സ്കൂളിൽ മ്യൂസിക് ഹെഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്ക് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ കാലമായിട്ട് ബ്രേക്കാണ്. പിന്നെ ഈ എന്തൂസിയാസം എന്ന് പറയുന്നത് പണ്ടത്തെ അത്രയും എന്തൂസിയാസം ഇപ്പോൾ എനിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പണ്ട് ഈ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൈസ് വിൻ ചെയ്തു, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗ്രേഡഡ് ആയി, പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊക്കെ പാടി എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമ്മളിങ്ങനെ സംഗീതം നമുക്ക് കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അല്ലാതെ നമുക്ക് അതുകൊണ്ട് പിന്നെ വരുമാനം ഉണ്ടാക്കണം, അതിൽ കൂടെ പ്രശസ്തനാകണം, അല്ലെങ്കിൽ സിനിമയിലെത്തണം എന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. എത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു സംഗതിയായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ ചിന്ത. പിന്നെ ഇതുപോലെ എല്ലാവരും നിയോഗം പോലെ നമ്മൾ സിനിമയിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏകദേശം 10 വയസ്സുള്ളപ്പോഴാണ് പഠനം ആരംഭിച്ചത്. വീടിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ലാലു ടീച്ചറാണ് എന്നെ ആദ്യം പാട്ട് പഠിപ്പിച്ചത്. പിന്നെ കാഞ്ഞങ്ങാട് ശ്രീനിവാസൻ, ഇന്ദിര ടീച്ചർ, പിന്നെ കാവാലം ശ്രീകുമാർ സാർ, അവരുടെയൊക്കെ അടുത്ത് കുറച്ച് നാൾ വീതം പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഓരോ സാഹചര്യം കൊണ്ട് ഇപ്പോൾ എൻ്റെ ആദ്യം പഠിച്ച ടീച്ചർ വിവാഹം കഴിച്ച് പോയതുകൊണ്ട് അവിടെ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനെയാണ് ഇവരിൽ നിന്നൊക്കെ മാറിപ്പോയത്. പിന്നീട് ഞാൻ ഒരു ഏറെക്കാലം പഠിച്ചത് എസ് കെ സുബ്രഹ്മണ്യം സാറിൻ്റെ അടുത്താണ്. അദ്ദേഹം എൻ്റെ മ്യൂസിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ മാറ്റിയത് അദ്ദേഹമാണ്. കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിച്ചത് അദ്ദേഹം. കൂടുതൽ അറിയാനൊക്കെ സാധിച്ചത് അവിടെയാണ്. പിന്നീട് ഞാൻ ടോമി തോമസിൻ്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇടയ്ക്ക് ഈ കച്ചേരി കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആവേശമാണ്. നമ്മളിങ്ങനെ ഗുരുക്കന്മാരെ തേടി പോകുന്നു, ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആർത്തി കൊണ്ട് നടക്കുന്നു, ഒരു പാട്ടുകൾ നമ്മൾ ചിട്ടപ്പെടുത്തി ആളുകളെ കണ്ടെത്തി, മ്യൂസിക് കമ്പോസറെ കണ്ടെത്തി നമ്മൾ അത് ചെയ്തെടുക്കുന്നു. പിന്നെ അവിടെ പ്രൈസ് വിൻ ചെയ്യുന്നു, ഓൾ റേഡിയോയിൽ ഓഡീഷന് പോകുന്നു. ആ സമയത്ത് എനിക്ക് പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ പാടാൻ ആയിട്ട് വിളിക്കപ്പെടുന്നു. അതിനു മുമ്പ് അവിടെ ഒരു അമേച്ചർ ടീം ഉണ്ടായിരുന്നു, തൃപ്പൂണിത്തുറ ശ്രുതി ഓർക്കസ്ട്ര. അതിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ലൈവ് എന്ന നിലയ്ക്ക്. ഫ്രഷ് സോങ്സ് അല്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ദാസ് സാറ് അങ്ങനെയുള്ളവരൊക്കെ പാടിയ പാട്ടുകൾ ഞങ്ങൾ വീണ്ടും പാടി റെക്കോർഡ് ചെയ്യുന്നു. അതാണ് അതിന് കാസറ്റ് രംഗത്തെ ആദ്യത്തെ ഒരു സംഭവം. പിന്നീട് അതിനെ തുടർന്ന് പിന്നെ അമ്മ കാസറ്റ്സ് എന്നൊരു കമ്പനി അവരുടെ ഒരു സ്ഥിരം പാട്ടുകാരനാകുന്നു. അങ്ങനെ ആണ് പിന്നെ സജീവമാകുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടിക്കഴിഞ്ഞ് ഈ കാസറ്റ് രംഗത്ത് കുറച്ചിങ്ങനെ എന്താ പറയണ്ടേ, വിളികൾ വരുന്നു, നമ്മൾ പാടാൻ പോകുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ റെക്കോർഡിംഗ് രംഗത്ത് കുറച്ച് തിരക്കുകളായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പ്രൊഫഷനായിട്ട് ഇത് ചൂസ് ചെയ്യുന്നത്. ചേട്ടാ, ഇപ്പം നമ്മൾ ഈ ആകാശവാണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ആകാശവാണിയിൽ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അതെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ നടക്കുന്നത്? അത് ഇപ്പോൾ ഏത് ഗ്രേഡിലാണ് ഇപ്പോൾ ചേട്ടനുള്ള? എനിക്കാണ് B+ ആണ്. ബി ഹൈയിലാണ്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയത്? ആ ഗ്രേഡിങ് എങ്ങനെയാണ് വരുന്നത്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ എന്തൂസിയാസം B ഹൈ വരെ എൻ്റെ എന്തൂസിയാസം സസ്റ്റെയിൻ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം അത് പിന്നെ ഉണ്ടായില്ല. അത് പിന്നെ ഒരു അപ്ഗ്രേഡേഷൻ ഞാൻ പോയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എങ്ങനെയൊക്കെ ഈ സംഗീത രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ നമുക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കോഴ്സ് ചെയ്തു. ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാരലായിട്ട് മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മ്യൂസിക് കോഴ്സ് ചെയ്തു. മ്യൂസിക് ലോവർ ഗ്രേഡ്, ലോവർ ആൻഡ് ഹയർ ഉണ്ട്. അപ്പം ഞാൻ ഹയർ ഗ്രേഡിനുള്ള അത്രയും പാഠങ്ങൾ എനിക്കറിയാം പ്രാക്ടിക്കലി. അപ്പോൾ എനിക്ക് പക്ഷേ ഈ എക്സാം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് സാർ പറഞ്ഞു, നീ നേരിട്ട് ഹയറിന് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു രൂപം അറിയാത്തതുകൊണ്ട് ഞാൻ ലോവറിന് പോയി നോക്കി. അപ്പോൾ അത് അത്യാവശ്യം നല്ല മാർക്കിൽ ഞാൻ പാസ്സായി. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ എന്തൂസിയാസം അവിടെ തീർന്നു. അതിന് പിന്നെ പിന്നീട് പഠിക്കാൻ പോയില്ല. പിന്നെ ഞാൻ പിന്നെ ഇതിൽ തിരക്കായി ഇവിടെ. മനസ്സിലായി. അത് ഈ ഓഡിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും ഓഡിഷൻ? അല്ല, നമുക്ക് ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്മളിപ്പോൾ എറണാകുളം, തൃശ്ശൂർ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഉള്ളവർക്ക് തൃശ്ശൂർ നിലയത്തിലാണ് ഓഡീഷൻ. അപ്പം അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ
99-ലാണ് ഞാൻ ഓഡീഷൻ അപ്ലൈ ചെയ്ത് ഓഡീഷൻ പാസ്സാകുന്നത്. പിന്നീട് ഞാൻ 91-ൽ അപ്ഗ്രേഡേഷൻ കൊടുത്തു, ബി ഹൈ ആയി. പിന്നീട് പിന്നെ ഇടയ്ക്ക് പ്രോഗ്രാംസിന് വിളിക്കുമ്പോൾ നമ്മൾ പോയി പാടുന്ന സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മൾ സ്റ്റേജിലും പെർഫോം ചെയ്യണം, സ്റ്റുഡിയോയിലും പെർഫോം ചെയ്യണം. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പണ്ടൊക്കെയുള്ള സിംഗേഴ്സ്, ഇപ്പോൾ സീനിയർ സിംഗേഴ്സൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ, സിനിമയിൽ ഓർക്കസ്ട്രയും പാട്ടുകാരും എല്ലാം അറ്റ് എ ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യായിരുന്നു എന്നുള്ളത്. ആ അനുഭവം നമുക്ക് കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ട്രാക്ക് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഓൾ ഇന്ത്യ. അതുകൊണ്ട് ഒരു 10-15 പീസ് ഓർക്കസ്ട്രയും ഞങ്ങൾ പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡ്യുവറ്റ് സോങ് ആണെങ്കിൽ അങ്ങനെ 2 പാട്ടുകാരും ഒക്കെ ചേർന്നിട്ട്, കോറസും ഒക്കെ ചേർന്നിട്ട് ആ ഒരു ചെറിയ മുറിയിൽ ഒരു ഹാളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും ആദ്യം മുതൽ എടുക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ പാട്ടുകളുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചേട്ടന്റെ എല്ലാ കാലവും ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടാണ് രാവിന്റെ വാത്മീകത്തിൽ തപസ്സിരിക്കുവതെന്തിനോ, 1000 ജ്വാലയായി ഉദിച്ചു അല്ലേ. അപ്പോ ആ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് പ്രോസസ്സിനേക്കാൾ കൂടുതൽ അതിന്റെ വരികൾ നൽകുന്ന ഒരു പവർ ഉണ്ട്, ഒരു ഊർജ്ജമുണ്ട് നമുക്ക്. അപ്പോൾ പാട്ടിന്റെ വരികൾക്ക് ചേട്ടന്റെ കാഴ്ചപ്പാടിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് രാവിന്റെ വാത്മീകത്തിലേക്ക് എത്താമെന്നിരിക്കും. വരികളാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. വരികൾക്കനുസരിച്ചല്ലേ സംഗീതം ചെയ്യേണ്ടത്. ഇപ്പൊ അല്ലാതെ ഉണ്ടല്ലോ, പിന്നെ ട്യൂൺ ഇട്ടിട്ട് വരി എഴുതുന്നതുകൊണ്ട്. അപ്പൊ ഈ ട്യൂൺ ഇൻസ്പയർഡ് ആയിട്ട് വരി എഴുതാൻ പറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാണ്. അപ്പൊ അത്ര നല്ല ട്യൂൺ ഉണ്ടെങ്കിൽ എഴുതുന്ന ആൾക്ക് അത് ഇൻസ്പയർ ചെയ്തിട്ട് അതുപോലെ ഒരു വരി എഴുതാനും പറ്റുമായിരിക്കും. പക്ഷെ പൊതുവിൽ കാണുന്നത് നമ്മൾ പാട്ട് എഴുതുന്നു, സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് എഴുതുന്നു, അതിന് അനുസരിച്ച് സംഗീതം നൽകുന്നു, അങ്ങനെയാണല്ലോ. ഇപ്പം ഈ രാവിന്റെ വാത്മീകത്തെ സംബന്ധിച്ച് ഇത് ബിജി ബാല കമ്പോസ് ചെയ്ത പാട്ടാണെങ്കിലും എന്നെ സജസ്റ്റ് ചെയ്തത് സന്തോഷ് വർമ്മയാണ്. സന്തോഷ് ഞങ്ങൾ സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ഈ പാട്ട് ആര് പാടാം എന്ന് ഒരു സംസാരം ഉണ്ടായപ്പോൾ ഇന്ന പോലെ ഗണേഷ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെന്ന് രഞ്ജിത്ത് ശങ്കർ ഡയറക്ടർ അദ്ദേഹത്തോട് പറയുകയും അങ്ങനെയാണത് പാടിയത്. അത് നമ്മുടെ തൃപ്പൂണിത്തുറക്കാരനായിട്ടുള്ള ജയസൂര്യയ്ക്ക് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്, ഒരു സിനിമയാണെന്നുള്ളത് കൊണ്ട് അതിലെല്ലാ പാട്ടും നല്ലതാണ്. ചേട്ടൻ പാടിയ പാട്ടും ശ്വേത പാടിയ പാട്ടും ഒക്കെ സൂപ്പർ പാട്ടുള്ള കായാമ്പൂ നിറമായി എല്ലാം സൂപ്പർ. അത് ആൽബം അപ്പാടെ സൂപ്പർ ഹിറ്റ് ആണ്, പാട്ടുകൾ. അതെ. നമ്മളെ ഇനിയിപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കൂടിയാണ്. ചേട്ടൻ സോഷ്യൽ മീഡിയയുടെ ഭയങ്കര ആക്റ്റീവ് അല്ലാത്തൊരാളും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ടേക്ക് ആയിരിക്കാം. എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ചേട്ടന് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണമോ വേണ്ടയോ? എന്താ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? അല്ല, അതൊരു മസ്റ്റാണല്ലോ, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുക തന്നെ വേണം. ഇപ്പം ഞാനെന്തുകൊണ്ട് ആക്റ്റീവ് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇടുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റിയുള്ള സാധനം വേണമല്ലോ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ളതൊക്കെ ഞാൻ പലതും കവർ സോങ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ കൂടെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അത് സൗമ്യമായിട്ടുണ്ട്. അതായത് ഞാൻ പാടിയിട്ട് എൻ്റെ ഭാര്യ അതിന് ഒപ്പം ചലിക്കുന്ന ഒരു കവർ സോങ് ചെയ്തിട്ടുണ്ട്. അല്ലാതെയും കുറേ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ ആയിട്ടുള്ള കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മളുടെ പുതിയ പുതിയ പ്രോജക്ട്സ് റിലീസാകുമ്പോൾ അതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ അറിവ് വെച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ആ അറിവ് ഡെവലപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് പണ്ടേ ഞാൻ പിന്നോട്ട് നിൽക്കുന്ന ആളാണ്. ആദ്യമായിട്ട് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ ഇത്രത്തോളം വരുന്നതിന് മുമ്പ് ഞാനൊരു ചാനലിൽ ഒരു ന്യൂസ് അവറിൽ ഇങ്ങനെ ഏതോ ഒരു പാട്ട് റിലീസാകുന്നൊരു സമയത്ത് പോയപ്പോൾ ന്യൂസ് റീഡർ ഇങ്ങനെ ചോദിച്ചു, സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് തന്നെ ഞാൻ കേൾക്കുന്നത്. സെൽഫ് പ്രൊമോഷൻ, സെൽഫ് മാർക്കറ്റിംഗ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ നമ്മളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചാൽ നമ്മളിങ്ങനെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു, നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ വെളുപ്പിനെയൊക്കെ 4 മണിക്ക് 4:30 എഴുന്നേറ്റ് സാധകം ചെയ്യുകയും ഈ പറഞ്ഞ പോലെ കച്ചേരികൾ കേൾക്കാൻ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ പാട്ടുകൾ പുതിയ പഠിക്കുക, ഗുരുക്കന്മാരെ തേടി പോവുക, അങ്ങനെയൊക്കെയുള്ള നമ്മളെന്താ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ആ ചെയ്ത സഞ്ചാരത്തിൽ നമുക്കിങ്ങനെ പലതും നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ പ്രോസസ്സ് അങ്ങനെ തന്നെ ആജീവനാന്തം പോകുന്ന നമ്മൾ തെറ്റിദ്ധരിച്ചത്, അതാണ് പറ്റിയത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ, ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ സിനിമ പാട്ടുകൾ പാടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഭക്തിഗാനങ്ങൾ പാടുന്നു, അല്ലെങ്കിൽ റെക്കോർഡിങ്സും സ്റ്റേജ് ഷോസും എല്ലാം, കോൺസേർട്ടുകളെല്ലാം നടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇൻസ്പിറേഷൻസ് കണ്ടെത്തുന്നത്? അതായത് എപ്പോഴും നമ്മൾ ഭയങ്കര
ഹൈ എനർജിയിലൊന്നും ആയിരിക്കില്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്? അല്ല, നമ്മളിപ്പോൾ കണ്ടെത്തുകയല്ലോ, ചില സംഭവങ്ങൾ, ചില വ്യക്തിത്വങ്ങളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യല്ലേ. അപ്പോൾ അത് നമ്മൾ യാത്രക്കിടയിൽ അങ്ങനെ പലതും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് മുൻപ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായിട്ടുള്ള ഗായകന്മാരൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു വെർസറ്റൈൽ സിംഗർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് പറയും. കാരണം ഇവരുടെയൊക്കെ സ്വാധീനം ഇല്ലാതെ അല്ല ഞാൻ. ഇവരൊക്കെ എൻ്റെ പാട്ടിലുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഇവരെയൊക്കെ കേട്ടല്ലേ വളർന്നത്, ഇവരെ പഠിച്ചാണ് നമ്മൾ വളർന്നത്, ഈ പറഞ്ഞ ലെജൻഡറി സിംഗേഴ്സിനെ എല്ലാവരെയും. അപ്പോൾ അവരുടെ സ്വാധീനം എന്തായാലും എന്നിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അവർ. ഏറ്റവും അങ്ങനെ ഇൻസ്പയർ ചെയ്തൊരു ഗായകനോ ഗായികയോ എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധാനം അങ്ങനെ ചോദിച്ചാൽ ആരായിരിക്കും? അല്ല, ഒരാളെ പർട്ടിക്കുലറായിട്ട് പറയാനില്ല. ഞാൻ പറയാം, ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം നമ്മൾ ഇതെല്ലാം സ്വാധീനിക്കുന്നത് ചെറിയ പ്രായത്തിലല്ലേ. ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എല്ലാ വെക്കേഷനും പോകും. പിന്നെ കൂടാതെ ഞാൻ 2 വർഷം ഞാൻ അവിടെ നിന്നിട്ടുമുണ്ട്, പഠിച്ചിട്ടുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ 6-7 വയസ്സൊക്കെ ഉള്ളപ്പോൾ. ആ സമയത്ത് ചുറ്റുവട്ടമുള്ള പിന്നെ അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ കേൾക്കുന്ന പാട്ടുകൾ അതൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ശീർകാഴി ഗോവിന്ദരാജൻ, പിന്നെ വീരമണി, TMS, യേശുദാസ്, ജയ വിജയ, പി ലീലാമ്മ, ഇവരുടെയൊക്കെ ഗാനങ്ങൾ എല്ലാ ദിവസവും കേട്ടല്ലേ ഉണരുന്നത്. അപ്പോൾ പെരുന്നാൾ സമയത്താണെങ്കിൽ പള്ളിയിൽ നിന്നുള്ള അന്നത്തെ ദേവരാമാഷും ഒക്കെ ചെയ്ത ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് സിനിമകളിലൊക്കെ ഉള്ളത് നമ്മൾ കേൾക്കുന്നത്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, അത് നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു. അതുപോലെ കൈവെടിയരുതേ കന്യാമറിയമേ കനിവിൻ കേദാരമേ അമ്മേ കനിവിൻ കേദാരമേ. എന്താ അതിൻ്റെ ഒരു സത്യം അവസ്ഥ അല്ലേ ആ പാട്ട് ചെയ്തിരിക്കുന്നതും പാടുന്നതും. നമ്മളെ ഉള്ളിലേക്ക് അങ്ങ് കയറും. അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടാണ് നമ്മളൊരു ഇത്രയെങ്കിലുമൊക്കെ പാടുന്നത്. അല്ലാതെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ചേട്ടനോട് ജയൻ സാർ, ഞാൻ സാറിന്ന് വിളിക്കുന്നത് P. ജയചന്ദ്രൻ, അദ്ദേഹത്തോട് ചോദിച്ചാൽ ചേട്ടൻ ഇതൊക്കെ എങ്ങനെ പാടും? ഗുരുവായൂരപ്പൻ, അത്രേ പറയുള്ളൂ. ഇപ്പോൾ സ്വാമി ദക്ഷിണാമൂർത്തി സ്വാമിയോട് ചോദിച്ചാൽ എന്താ സ്വാമി ഇതാ എങ്ങനെ ചെയ്യുന്നു? നാരായണ, ഇത്രേ പറയുള്ളൂ. എന്തായാലും ചേട്ടൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ തോന്നുന്നത്, ചേട്ടൻ എടുത്തു പറഞ്ഞ 3-4 പേരുകൾ നമ്മളിപ്പോഴും ഓർമ്മിക്കേണ്ട പേരുകൾ. TMSന്റെ TM സൗന്ദരരാജൻ സാറിന്റെ പേര് പറഞ്ഞു, സീർഗാഴി സാറിന്റെ പേര് പറഞ്ഞു, വീരമണിയുടെ പേര് പറഞ്ഞു. ഈ സീർഗാഴിയും TMSും ഒക്കെ വീണ്ടും റീമിക്സ് ചെയ്യപ്പെടുന്ന കാലമാണ് ഇപ്പോൾ. അതായത് അവരുടെ പാട്ടുകൾ നമ്മൾ വീണ്ടും കേൾക്കുന്നൊരു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന പല ഹിറ്റ് പാട്ടുകളുടെയും ഇടയിൽ അവരുടെ ശബ്ദങ്ങൾ വന്നിട്ട് പോകുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഈ ഇവരുടെയൊക്കെ ശബ്ദത്തിന് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഗാംഭീര്യമുള്ള മേലിഷ് വോയിസിൻ്റെ അടിമകളായിരുന്നു. ഇപ്പോഴും അതെ, ദാസാറിൻ്റെ ശബ്ദത്തിനപ്പുറത്തേക്ക് നമുക്കൊരു ശബ്ദം ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ. പക്ഷേ ആ സമയത്ത് മലയാളത്തിൽ ഉള്ള ആസ്വാദകർക്ക് ഈ പറഞ്ഞ ടോണൽ എക്സ്പ്രഷൻസ് ഉള്ള ആൾക്കാർ, ഈ പറഞ്ഞ ശീർകാഴിയുടെ ആണെങ്കിലും ഒക്കെ അന്ന് അത്ര കണ്ട് അങ്ങോട്ട് ദഹിച്ചിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ സ്ത്രൈണതയുള്ള സൂപ്പർ ഹിറ്റ് മാത്രം പാടുന്ന സിംഗേഴ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ. അതിനെ വാനോളം പുകഴ്ത്തുകയും അതിനെ പിന്നെ നെഞ്ചേറ്റുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന യുവ ആസ്വാദകരാണ് ഇപ്പം നമ്മുടെ നാട്ടിലേറെ ഉള്ളത്. വൈരുദ്ധ്യങ്ങളാണത്. കാലം മാറുമ്പോൾ ഓരോ താല്പര്യങ്ങൾ മാറുന്നു എന്നുള്ളത്. നേസൽ ടോണിനെ പോലും പലപ്പോഴും പണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഇപ്പൊ അതിനെ നമ്മൾ വാഴ്ത്തുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സീർഗാഴിയുടെ ആണോ TMSന്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഉള്ള മുരുകതയ്യ അല്ല സീർഗാഴി അല്ലേ, ഉള്ള മുരുകതയ്യ TMS ആണ്. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ മുരുക, അതെ സത്യം. അത് നമ്മളിപ്പോ സൂര്യയുടെ കഴിഞ്ഞ ഇടയ്ക്കൊരു ഇറങ്ങിയ സിനിമയിൽ ഇതേപോലെ നായിക അല്ലെങ്കിൽ കാമുകനോട് പറയുന്ന പ്രണയത്തിന്റെ അകത്ത് പോലും TMSന്റെ ഉള്ള മുരുകതയ്യ വന്നു പോവാണ്. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ ഒരിക്കലും മറക്കാൻ പാടില്ല, വീണ്ടും ഓർമ്മിക്കണം. എല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. സത്യം സത്യം സത്യം. എന്തായാലും നമ്മളിതൊക്കെ പറഞ്ഞിരിക്കുന്നത് തിരിച്ച് നമ്മളുടെ ഒരു പാട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ചേട്ടൻ ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റും ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. പണ്ടത്തെ അത്രയും ഭക്തിഗാനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ ചേട്ടാ ഇപ്പോൾ? ഇല്ല, ഒരു 2000ന്റെ
തുടക്കം ഒരു 4-5 വർഷവും കൂടെ അങ്ങനെ ഉള്ള പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ആ ട്രെൻഡേ മാറിപ്പോയി. ഇപ്പോൾ ആർക്കും പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞാനൊക്കെ ഈ രംഗത്തേക്ക് വരുന്നത്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആയിരക്കണക്കിന് പാട്ടുകൾ പാടാനുള്ള അവസരങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ പാട്ടുകൾ ഹിറ്റും കൂടെ ആയിരുന്നല്ലോ. ഗുരുപൂജ പോലെയുള്ള വർക്കുകൾ ഹിറ്റും കൂടെ ആയപ്പോൾ കൂടുതൽ അവസരങ്ങളുണ്ടായി. പക്ഷെ അതിന് ശേഷം അത് വളരെ എന്ന് വെച്ചാൽ വളരെ വിരലെണ്ണാവുന്ന അവസ്ഥയിലേക്കായി മാറി പ്രൊഡക്ഷൻ. അതെ, ഒരു സീസണിൽ ഇപ്പോൾ ഒരു മണ്ഡലകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് തന്നെ 100ഓളം പാട്ടുകളൊക്കെ നമ്മളൊരു സീസണിൽ പാടുമായിരുന്നു. ഇപ്പോൾ 1-2 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ട് വളരെ വലിയ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് തുടങ്ങുന്നത്, ആ ഒരു യാത്ര പറയാമോ? അത് ദാസാറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ട്രാക്ക് പാടാനായിട്ട് അങ്ങനെയാണ് സാറ് ആയിട്ട് ഞാൻ ബന്ധപ്പെടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാറിൻ്റെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സാറിൻ്റെ പ്രോഗ്രാംസിലൊക്കെ സാർ ലീഡ് ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഒരിക്കലൊരു പ്രോഗ്രാം കോയമ്പത്തൂർ നടത്തി. അപ്പോൾ അന്ന് അതിന് തൊട്ട് മുമ്പായിട്ട് കൈരളി ടി വിയിലോ മറ്റാന്ന് തോന്നുന്നു ഒരു അവാർഡ് ഫംഗ്ഷന് ഇതുപോലെ സ്വാമിയും യേശുദാസ് സാറും പിന്നെ ചിത്രചേച്ചിയാന്ന് തോന്നുന്നു, ഇവർ മൂന്നേരും കൂടെ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടിങ്ങനെ പാടുന്നു. സ്വാമി പറഞ്ഞു പാടി തുടങ്ങുന്നു, അത് കേട്ട് ദാസാർ പാടുന്നു. അപ്പോൾ അത് തന്നെ ഈ ഓർഗനൈസേഷൻ ഇമിറ്റേറ്റ് ചെയ്തു. ആ പ്രോഗ്രാമിൽ, കോയമ്പത്തൂർ പ്രോഗ്രാമിൽ സ്വാമി പാടുന്നു, അത് കേട്ട് ഞാൻ പാടുന്നു, പിന്നീട് ഫീമെയിലും പാടുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ വേദിയിൽ ഒരുമിച്ച് ഒരു പാട്ട് ഷെയർ ചെയ്ത് പാടാനുള്ള ഭാഗ്യം ആ ഒരു സ്റ്റേജിലുണ്ടായി എനിക്ക്. അല്ലാതെ സ്വാമിയുടെ പ്രോഗ്രാംസിൽ ഇപ്പോൾ ഈ ചൊരനായിക്കര അമ്പലത്തിൽ എല്ലാ മകത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാ പ്രോമിനൻറ്റ് സിംഗേഴ്സും ഉണ്ടാകും. അപ്പം ഞാൻ അവസാന സമയം വരെ ഞാൻ എല്ലാ വർഷവും ഞാൻ പോയിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പലപ്പോഴും അത് പാടുന്നത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ അപൂർവം ചില സാഹചര്യങ്ങളിൽ അവരൊക്കെ അത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം തന്നെ. അവർ ആ ഒരു ചിരിക്കാണ് അവിടെ ഒരു അവാർഡിന്റെ വില. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാലോ. ശരിയായില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും ഉറപ്പാ. ഇവനെന്തേ പാടുന്നെന്നുള്ളത് പറയില്ലായിരിക്കാം, പക്ഷെ അവർക്കൊരു നീരസം ഉണ്ടാകാം. അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണല്ലോ ഓരോ പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവിടെയാണ് നമുക്ക് ഇവിടെ ചില ഇപ്പോഴത്തെ ഈ കാലികമായിട്ടുള്ള ചില ട്രെൻഡുകൾ ഇതിനൊക്കെ വിരുദ്ധമാകുന്നതേ. ഇപ്പം ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാട്ടുകൾ എടുത്തിട്ട് അതിനെ രൂപഭേദം വരുത്തി ഇപ്പോൾ ഹിറ്റുകൾ ആയി മാറുന്നുണ്ടല്ലോ, അവർ ക്രൗഡ് പ്ലേയേഴ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളത് അത് വലിയൊരു സംഭവമാണത്. അല്ല, നല്ലപോലെ ചെയ്യുന്നവരും ഉണ്ട്, അതിനെ അല്ലേ മോശപ്പെടുത്തുന്ന ആളുകളും എല്ലാം. നല്ലപോലെ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ അത് പി ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം ഈ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അങ്ങനെ അധികമായിട്ട് പാടാറില്ല. മറ്റുള്ളവരുടെ പാട്ടുകളാണ് അദ്ദേഹം എടുത്ത് പാടുന്നത്. ദാസാറിൻ്റെ പ്രധാനമായിട്ട്, അല്ലെങ്കിൽ സുശീലാമ്മ, അല്ലെങ്കിൽ MSV കമ്പോസ് ചെയ്ത പാട്ടുകൾ, റാഫി സാഹിബിൻ്റെ പാട്ടുകൾ, ഇതൊക്കെയാണ് അദ്ദേഹം എടുത്ത് പാടാറുള്ളത്. അപ്പോൾ അങ്ങനെ പാടുന്ന പാട്ടുകളിനകത്ത് അദ്ദേഹം ചെറിയ ന്യൂആൻസസ് ചേർക്കും. അതിങ്ങനെ അദ്ദേഹം അങ്ങനെ ആസ്വദിച്ച് പാടുന്ന കൂട്ടത്തിൽ വരുന്നതാണ്. ഇതിങ്ങനെ അവിടെ ഒരു സംഗതി ചേർത്ത് എനിക്ക് ആളാകണം എന്നുള്ളതൊന്നുമില്ല, അങ്ങനത്തെ സംഗതിയേ അല്ല അത്. അത് നമുക്ക് ഒരുപക്ഷെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില ചെറിയ വേരിയേഷൻസ് ആണ്. അത് ഭയങ്കര സംഭവമാണ്. അത് ഭയങ്കര ആ പാട്ടിനെ വല്ലാതെ സുന്ദരമാക്കും. ആ പാട്ട് വല്ലാതെ ഒരു ലെവലിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ചേട്ടനിപ്പോഴേ ഒരുപാട് കോൺസേർട്ടുകളെല്ലാം അല്ല, അതായത് എനിക്ക് തോന്നുന്നു മാസത്തെ കണക്കല്ല വർഷത്തെ കണക്കെടുത്താലും ഒരുപാട് കോൺസേർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുന്ന പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റെക്കോർഡിങ്സ് ആണെങ്കിൽ പോലും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കൂടെ പാടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഓർമ്മയുള്ള, അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാലവും അതൊരു മുത്തായിരുന്ന പെർഫോമൻസ് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു കൂടെ പാടിയ ഒരാൾ അങ്ങനെ ഏതായിരിക്കും? ഇല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സമയത്ത് വളരെയധികം തിരക്കുണ്ടായിരുന്നു. ഈ പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊക്കെ പോയ സമയത്തൊക്കെ ഒരു പക്ഷേ 200ഓളം പ്രോഗ്രാം എല്ലാ ദിവസവും പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒത്തിരി പ്രോഗ്രാംസ്, നമ്പർ ഓഫ് പ്രോഗ്രാംസ് കുറഞ്ഞു എന്നെ സംബന്ധിച്ച്. പിന്നെ മാത്രമല്ല അന്നത്തെ മാതിരിയല്ലോ, ഇപ്പോൾ ധാരാളം ഗായകരുണ്ട്, ധാരാളം ഓർഗനൈസേഷൻ ട്രൂപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഷെയർ ചെയ്യപ്പെടുകയാണ് മൊത്തത്തിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലാണെന്ന് ജനത്തിന് തോന്നാനുള്ള അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള എൻക്വയറീസ് കുറയുന്നു. അനുസരിച്ച്
ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ മെമ്മറബിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിൽ എനിക്ക് എൻ്റെ കൂടെ എനിക്കൊരു ഡ്യുവറ്റ് ആദ്യമായിട്ട് പാടുന്നത് സുജാ ചേച്ചിയുടെ കൂടെയാണ്. അത് കായൽ കരയിലാകെ എന്നുള്ള പാട്ടാണ്. പിന്നെ സൗമ്യയും ഞാനും കൂടെ പാടിയ പാട്ടാണ് ഇതുവരെയുള്ള സിനിമകളിൽ പാടിയതിൽ ഏറ്റവും ഹിറ്റായിട്ട് അതിന് ചാനൽ അവാർഡൊക്കെ കിട്ടുകയുണ്ടായി, കണ്ണിലേ പൊയ്യൽ എന്നുള്ള പാട്ട്. പിന്നെ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ചിത്ര അരുണിനെ പോലുള്ളവരൊക്കെ പാടുമ്പോൾ അവരുടെ ഒരു ശ്രുതിശുദ്ധത അപാരമാണ്. സ്റ്റേജിൽ അവർ പാടുമ്പോൾ ഉള്ള ശ്രുതിശുദ്ധത എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതൊരു ജന്മസിദ്ധമോ അവരുടെ സാധകത്തിൻ്റെയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ പിടിച്ചിരിക്കാൻ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി പാടുപെടും. അതൊക്കെയാണ് എന്നെ സംബന്ധിക്കുന്ന പ്രശ്നം. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ പാടുന്ന ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഇവരെയൊക്കെ വിളിക്കാറുണ്ട് ഒക്കേഷണലി. അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം വെച്ചാൽ ഇവരുടെയൊക്കെ പാട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. നമ്മുടെ മെയിൽ സിംഗേഴ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു കൂട്ടായ്മ വരുന്നുണ്ട്. അതിൽ ചെങ്ങന്നൂർ ശ്രീകുമാറുണ്ട്, പിന്നെ എടപ്പാൾ വിശ്വനുണ്ട്. അപ്പോൾ എൻ്റെ താല്പര്യം വെച്ചാൽ അവരുടെ കൂടെ കൂടുമ്പോൾ അവരുടെ പാട്ടൊക്കെ കേൾക്കാമല്ലോ എന്നുള്ളതാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് പാടുന്നവരല്ലേ. അടിപൊളി. അപ്പം എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. നമ്മളെന്താ പറഞ്ഞൊരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താ പറയുക പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു പോയാൽ എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.